നാളത്തെ കേരള തിരുവോണ ബമ്പർ എടുക്കാൻ അറിഞ്ഞൂടാ, പിന്നെ എടുക്കാൻ അറിയാത്തതിനാണ് നമ്മൾ എന്തോ ഞങ്ങൾ വരും കൂടുതൽ നഷ്ടമായിരുന്നു. അതെല്ലാം ബാധിക്കുന്ന ഈ കൊച്ചു കച്ചവടക്കാരെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ വളരെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളവർ, പിന്നെ പ്രായമായവർ, മറ്റ് മേഖലകളിൽ ജോലിക്ക് പോകാൻ കഴിയാതെ ഒട്ടനവധി ആളുകൾ ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ലോട്ടറി കച്ചവടം. ചെറിയ വരുമാനമാണെങ്കിലും അത്യാവശ്യം നിത്യവൃത്തി നടത്തിപ്പോകാൻ കഴിയുന്ന ലോട്ടറി കച്ചവടത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഏറ്റവും നല്ല ഒരു ഉപായം ആധുനിക ഇന്ത്യയിൽ ഡിജിറ്റൽ ഇടപാടുകളാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നാളത്തെ കേരള തിരുവോണ ബമ്പർ. ചേട്ടാ, ഒരു ടിക്കറ്റ് വേണമല്ലോ. എങ്ങനെയുണ്ട്? രാവിലെ ഇറങ്ങിയോ കച്ചവടത്തിന്? രാവിലെ ഇറങ്ങി 6 മണിക്ക്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഇല്ല. അതെന്താ എടുക്കാത്തത്? അത് ടച്ച് മൊബൈൽ വേണ്ടേ? ടച്ച് മൊബൈൽ. അതുകൊണ്ട് എത്ര വർഷം കൊണ്ട് കച്ചവടം ചെയ്യുന്നുണ്ട്? 20 വർഷം കൊണ്ട് കച്ചവടം ചെയ്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ച് വെച്ചിട്ട് അത്യാവശ്യക്കാർ കാശില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, ഇതിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് സൗകര്യമായി. എപ്പോഴും എല്ലാവരുടെയും കാശ് കാണണമെന്നില്ലല്ലോ, അതൊക്കെ എടുത്ത് വെക്കണ്ടേ? അതും ആവശ്യമാണ്. നാളത്തെ കേരള തിരുവോണ ബമ്പർ. ടിക്കറ്റ് വേണമല്ലോ. ഒരു ടിക്കറ്റ്. ഗൂഗിൾ പേയോ ഫോൺ പേയോ വല്ലതും ഉണ്ടോ പൈസ തരാൻ? ഇല്ല. അതെന്താ അതൊക്കെ എടുക്കാത്തത്? അത് നമുക്കൊണ്ട് 5-6 ടിക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ എടുക്കാൻ. എങ്ങനെയുണ്ട് കച്ചവടം? എല്ലാ ദിവസവും തീരുന്നുണ്ടോ എടുക്കുന്നതൊക്കെ? ഇതൊക്കെ എടുത്ത് വെച്ചാൽ ഈ കൂടുതൽ കച്ചവടം നടക്കത്തില്ലയോ? ക്യാഷായിട്ട് കയ്യിലില്ലാത്തവരുടെ കാര്യങ്ങൾ നടക്കത്തില്ലയോ? നടക്കത്തില്ല. നമുക്ക് എടുക്കാൻ അറിഞ്ഞൂടാ, പിന്നെ എടുക്കാൻ അറിയാത്തതിനാണ് നമ്മൾ എന്തോ പഠിത്തമുണ്ടെങ്കിലേ ഈ കാര്യങ്ങളോ. അതിനെപ്പറ്റി അറിയത്തില്ല. അതുകൊണ്ടാണ്. ഫോൺ കൊണ്ട് നടക്കാറുണ്ടോ? നാളത്തെ കേരള തിരുവോണ ബമ്പർ. ടിക്കറ്റ് എടുക്കുമ്പം ഞങ്ങൾക്ക് ക്യാഷായിട്ട് തരാനില്ല, നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് രണ്ടുമില്ല. അപ്പോൾ ക്യാഷായിട്ട് തന്നെ വേണം. എത്ര വർഷം കൊണ്ട് ഇപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് കച്ചവടത്തിൽ ഉണ്ട്? ഞാനിപ്പം 7 വർഷം കൊണ്ട്. 7 വർഷം കൊണ്ട്. എങ്ങനെയുണ്ട്? നല്ല കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കച്ചവടമൊക്കെ പരാജയം. നാളത്തെ കേരള തിരുവോണ ബമ്പർ. ചേട്ടാ, ലോട്ടറി ടിക്കറ്റ് ഒരെണ്ണം വേണമല്ലോ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഫോൺ പേയോ ഗൂഗിൾ പേയോ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അയ്യോ, അതെന്താ എടുക്കാത്തത്? ഇപ്പോൾ എത്ര വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്? 10-20 വർഷമായോ? ഇല്ല, ഞാൻ 8 കൊല്ലം. അപ്പോൾ ഇനിയെങ്കിലും അന്നേരം ഈ ഗൂഗിൾ പേയുടെ ഫോൺ പേയുടെ അതിൻ്റെ ഒരു കാർഡുണ്ട്. ആ കാർഡ് കാണിച്ചാൽ ഞങ്ങൾക്ക് മൊബൈലിൽ നിങ്ങൾക്ക് പൈസ തരാനും പറ്റും. ചിലപ്പോൾ ഞങ്ങളുടെ ഈ പൈസ കാണണമെന്നില്ലല്ലോ ചിലപ്പോൾ. അപ്പോൾ എന്താ എടുക്കണം ഇനി? അത് രൂപ വീതം 4-ാം സമ്മാനം, 5 അക്കത്തിന് 5-ാം സമ്മാനമായി നൽകുന്നു. ഓരോ ഗൂഗിൾ പേ ഫോൺ പേ 108 പേർക്ക് ഇല്ല. പക്ഷെ അത് നല്ലൊരു കാര്യമില്ല ഗൂഗിൾ പേ ഫോൺ പേ എടുത്തു വെച്ചാൽ ആണ്. പക്ഷേ എനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്ക് കണ്ണാടി ഉണ്ടെങ്കിൽ ഈ ചെറുതായിട്ടുള്ള കാണാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ഫോൺ പോയി കച്ചവടത്തിൽ ഉപയോഗിക്കണമെന്ന്. അല്ല, ഫോൺ പേ എനിക്കുണ്ട്. ആരെങ്കിലും അയച്ചോ എന്ന് നമുക്ക് അന്നേരം കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെയ്യുന്നു. ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തെങ്കിലും ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ട്. ഒരുപാട് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ ഗൂഗിൾ പേ ആയിട്ട് ഫോൺ പേ ആയിട്ട് എടുക്കും. അല്ലാതെ 1-2 എടുക്കുന്നവരെ. അത് ശരി. അങ്ങനെ കുറേ പേരെ ഞങ്ങൾ ചോദിച്ചിട്ട് എന്തായാലും ഫോൺ പേ ഉള്ള ഒരാളെ കിട്ടി. ഈ ഒരു കടയിൽ ഫോൺ പേ ഉണ്ട്. മറ്റ് കടകളിൽ തിരക്കിയപ്പോൾ കടകളിലില്ല. അപൂർവം ചിലരുടെ മാത്രമേ ഉള്ളൂ. യാത്ര ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന, വാഹനത്തിൽ പോകുന്നവർ, നടന്നു വിൽക്കുന്നവർ, അവരുടെ ആരുടെയും ഫോൺ പേയോ ഗൂഗിൾ പേയോ ഇല്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ ഉള്ള ഒരാളെയെങ്കിലും കിട്ടിയല്ലോ, വളരെ സന്തോഷം. ചേട്ടാ, ഒരു ടിക്കറ്റ് തന്നാട്ടെ. വേണ്ട ചേട്ടാ, നിങ്ങളുടെ കയ്യിൽ കാശില്ല. ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉണ്ടോ? ഈ രണ്ടും ഇല്ല. നമ്മുടെ ഈ സാധാരണ ഫോണിനകത്ത് എങ്ങനെ ഗൂഗിൾ പേ ഒക്കെ വരുന്നത്? ചെറിയ ഫോണേ ഉള്ളൂ, ടച്ച് ഫോണൊന്നും ഇല്ല. അപ്പോൾ എത്ര വർഷം കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്നത്? 11 വർഷം കഴിഞ്ഞു. 11 വർഷമായിട്ട് ഇതുവരെ ഫോൺ പേയോ ഗൂഗിൾ പേയോ പോലുള്ള സംവിധാനം. നല്ല പ്രൈസ് വല്ലതും അടിക്കണ്ടേ? നല്ല പ്രൈസുകളൊക്കെ കിട്ടിയിട്ടില്ലയോ ഇതുവരെ? ഓണത്തിന് സംക്രാന്തിക്ക് ഒരു 5000 കാര്യമില്ല. 100 ടിക്കറ്റ്.
അല്ലേ? ശരാശരി അത്രേ പോകുന്നുള്ളൂ. ശരാശരി 100 പോകുള്ളൂ. ലോട്ടറി കച്ചവടക്കാർ ധാരാളമായി പോയി. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു. ഒരു 4-5 വർഷം കൊണ്ട് ലോട്ടറി ഫീൽഡിൽ ഒരുപാട് പേരാണ്. ആരോഗ്യമുള്ളവരും ആരോഗ്യം ഇല്ലാത്തവരും മറ്റ് ജോലിക്ക് പോകുന്നവരും എല്ലാം കടകളിൽ ചെന്ന് 1-2 ബുക്ക് എടുത്ത് അവർ വിൽക്കുക. ഒരുപാട് നമ്മളെ പോലെ ഈ വാർദ്ധക്യമായവരും വികലാംഗരും സ്ത്രീകളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ലോട്ടറി കച്ചവടം ചെയ്യേണ്ടത്. ഇതൊന്നും അല്ല. തമിഴ്നാട്ടുകാരും ആന്ധ്രയിൽ നിന്നും ബംഗാളികളും എല്ലാം ഇപ്പോൾ കച്ചവടക്കാരാണ്. ടിക്കറ്റ് കച്ചവടക്കാർ ധാരാളം ആയതുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്ന ഇപ്പോൾ 100 ടിക്കറ്റ് തന്നെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് വിറ്റ് മാറണമെന്നില്ല. ഇപ്പോൾ മഴക്കാലം വന്നു. ഇപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു. 42 ടിക്കറ്റ് ബാക്കിയാണ്. അതിനകത്ത് 100 രൂപ പ്രൈസ് പോലും ഇല്ല. അപ്പോൾ ഈ 4 16 1650 രൂപ നഷ്ടമില്ലയോ? പോട്ട് മുതലായാൽ തന്നെ 1500 രൂപ പോയില്ലേ, 1500 രൂപ. അപ്പോൾ നഷ്ടങ്ങൾ വരും, കൂടുതൽ നഷ്ടമായിരുന്നു. അതെല്ലാം ബാധിക്കുന്ന ഈ കൊച്ചു കച്ചവടക്കാരെയാണ്. നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ റിട്ടേൺ ഇല്ല. കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരും. അപ്പോൾ രാവിലെ ചെന്ന് അന്നൊന്നും എടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ സീസൺ വരിക, നാളെ കിട്ടത്തില്ല. അപ്പോൾ ഡെയിലി എടുത്തേ പറ്റും. വേറൊന്നിനും പാനും പറ്റിയല്ല. അപ്പോൾ നമുക്ക് വേറൊരു തൊഴിലിന് പാനും പറ്റിയല്ല. അപ്പോൾ ഈ എടുത്തുകൊണ്ട് വരുന്ന ടിക്കറ്റ് കറക്റ്റ് 3 മണിക്കകത്ത് വിറ്റില്ലെങ്കിൽ അത് നമുക്ക് ലോസ് ആവും. നേരത്തെ 30 രൂപ ടിക്കറ്റ് ഉള്ളപ്പോൾ പലപ്പോഴും പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രൈസിൻ്റെ ഘടന തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരേ ബ്ലോക്കിൽ തന്നെ നാളെ 71ൻ്റെ ബ്ലോക്കിൽ 4 നമ്പറിൽ ആ ബ്ലോക്കിൽ 5000. അപ്പോൾ ഒരേ ബ്ലോക്കിൽ ധാരാളം പ്രൈസ് വീഴുമ്പോൾ മറ്റുള്ള കുറേ ബ്ലോക്കുകളിൽ പ്രൈസ് ഇല്ലാതെ പോകും. ഈ മെഷീനറി സുതാര്യം ജനകീയം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതാണ് ഇതിനകത്തെ ഡിഫക്റ്റ്. അത് എന്തുവാ കാര്യവും നമുക്കറിയില്ല. അവർ പ്രസ് ചെയ്യുന്നു, സംഭവം ശരി 6 വേഗത്തിൽ കറങ്ങിയാൽ നിൽക്കുന്നത്. പക്ഷേ ഒരേ ബ്ലോക്കിൽ ചർവറ പ്രൈസ് അങ്ങ് വീഴും. ഇപ്പോൾ ഉദാഹരണത്തിന് 4 ദിവസം മുമ്പ് 57-50ൻ്റെ ബ്ലോക്കിൽ 57-54 5000, 57-59 5000, 57-63 5000, 3 5000. അപ്പോൾ 1,50,120 വരുന്നത്. അപ്പം 12 3 36 360 അങ്ങനെ അങ്ങ് മാറി ഒരേ ബ്ലോക്കിൽ. അങ്ങനെ വരുമ്പോൾ പലർക്കും പ്രൈസ് കിട്ടാതെ പോകുന്നത്. അല്ലാണ്ട് പ്രൈസ് കുറവല്ല ഇത് സംഭവം. പ്രൈസ് ഉണ്ട്, പക്ഷേ ഒരേ ബ്ലോക്കിൽ ധാരാളം പ്രൈസ് വീഴുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടത്തില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഇവർ ചെയ്യുന്നതില്ല, നോക്കുന്നതുമില്ല. അങ്ങനെ പോരായ്മകളുണ്ട്. പിന്നെ നമുക്കാവുന്ന നമ്മൾ ചെയ്യുന്നു. ഈ പേപ്പർലെസ് ഇടപാടുകളല്ലയോ നല്ലത്? അപ്പോൾ അതിലേക്ക് മാറണ്ടേ? അതിലേക്ക് ഇനിയിപ്പോൾ വാർദ്ധക്യത്തി എന്ത് മാറാനാ? ചെറുപ്പക്കാരതൊക്കെ ആകട്ടെ. ഇത് നമുക്ക് അത്യാവശ്യം വിളിക്കുക, ഉത്തരം കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ടിക്കറ്റ് തന്നാട്ടെ. എങ്ങനെയുണ്ട് ലോട്ടറി കച്ചവട ജീവിതമൊക്കെ? ലോട്ടറി കച്ചവടമൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ എടുക്കുന്നവരിൽ പ്രൈസ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതെന്താ അങ്ങനെ വരാൻ കാര്യം? പ്രൈസുകൾ കുറവാണെന്നാണ്. അത് ശരി. ഞങ്ങൾക്ക് ടിക്കറ്റ് ഒരെണ്ണം വേണം, പക്ഷെ ക്യാഷായിട്ട് തരാനില്ല. ഫോൺ പേയോ ഗൂഗിൾ പേയോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനൊന്നുള്ള ഇതില്ല നമുക്ക്. ഈ ആധുനിക കാലഘട്ടത്തിൽ അതൊക്കെ വേണ്ടേ? അതൊക്കെ വേണം. നമുക്കുള്ളതിനുള്ള ഇതില്ലാത്തത് കൊണ്ട് നമ്മൾ 25 ടിക്കറ്റ് വിൽക്കുന്നവരായതുകൊണ്ടും അതിനുള്ള ഇതേ ഉള്ളൂ. ഇതുവരെ എടുത്തിട്ടില്ല ഫോൺ പേയോ ഗൂഗിൾ പേ. ഇന്നത്തെ യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പോയ വഴിക്ക് വളരെയധികം പേരെ ലോട്ടറി കച്ചവടക്കാരായിട്ട് കണ്ടു. അത് പല രീതിയിൽ വാഹനത്തിൽ, അതായത് സൈക്കിളിൽ പോകുന്നവരെ, സ്കൂട്ടറിൽ പോകുന്നവരെ, ചെറിയ ഷെഡുകളാക്കിയിട്ട് അവിടെ ഇരുന്ന് കച്ചവടം ചെയ്യുന്നത്, അങ്ങനെ പലരെ അനവധി ആളുകളെ കണ്ടപ്പോൾ അവരിൽ പലർക്കും ഈ ഫോൺ പേയോ ഗൂഗിൾ പേയോ ഇല്ല. ചിലർക്ക് അതിനെപ്പറ്റി അറിയുക പോലും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അറിയാവുന്നവർക്ക് ചിലർക്ക് ഇത് ഉപയോഗിക്കുവാൻ അറിയില്ല. ഒന്നുകിൽ കാഴ്ചക്കുറവുള്ളവർക്ക്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തവർ, അങ്ങനെ പല രീതിയിൽ അവരിതുവരെ ഈ ഫോൺ പേയോ ഗൂഗിൾ പേയോ എടുത്തിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഫോൺ പേയോ ഗൂഗിൾ പേയോ അത്യാവശ്യമാണ്. അത് സുതാര്യമായ ഇടപാടുകൾക്കും വളരെ ഉത്തമമാണ്. പിന്നെ സാധാരണക്കാരൻ ജോലി കഴിഞ്ഞ് കിട്ടുന്ന ചെറിയ പണം കൊണ്ടുവന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവർക്ക് ആശ്വാസം തുകയായിട്ട് തന്നെ വാങ്ങുക എന്നുള്ള ലക്ഷ്യവും ആ ഒരു കാശായി വാങ്ങുന്ന ഒരു ശീലവും അവർക്ക് നിലവിലുള്ളത് കൊണ്ടാണ് അവർ ഇതുവരെ ഈ പുതിയ കാലഘട്ടത്തിലേക്ക് വരാതിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള സമയത്ത് അതൊക്കെ ചെയ്യേണ്ടതാണ്, നമുക്ക് അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.